ഇന്നും യേശുവിനോടുകൂടി യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. നമ്മെ പലർക്കും അറിയാമെന്നുള്ളത് ശരിയാണ്, നമുക്കും പലരെയും അറിയാമെന്നുള്ളതും ശരിയാണ്. എന്നാൽ പലരും അറിയേണ്ടവരെ അറിയേണ്ടതുപോലെ അറിയാതെ ജീവിക്കുന്ന അവസ്ഥകളുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചിലപ്പോൾ സ്വന്തം സഹോദരന്മാർ പോലും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ തിരിച്ചറിയാത്ത അനുഭവങ്ങളുണ്ട്. ചിലരൊക്കെ മനഃപൂർവ്വം അങ്ങനെ മാറിപ്പോകുമെങ്കിലും ചിലർ മനഃപൂർവ്വമല്ല, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. ചില ആളുകളൊക്കെയെങ്കിലും അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിയാതെ തിരിഞ്ഞു നടക്കുന്ന അനുഭവമാണുള്ളത്. തുടർന്നുള്ള ചിന്ത നിങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 8 വാക്യം വായിക്കട്ടെ. യോസേഫ് സഹോദരന്മാരെ അറിഞ്ഞു, എങ്കിലും അവർ അവനെ അറിഞ്ഞില്ല. യോസേഫിൻ്റെ ചരിത്രം അറിയാത്തവരായിട്ട് ആരും തന്നെ ഇല്ല ക്രിസ്തീയ വിഭാഗത്തിലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യോസഫ് തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ സ്വപ്നങ്ങൾ സൂക്ഷിച്ച് അത് നിറവേറ്റപ്പെടും വരെ കാത്തിരുന്ന വ്യക്തിയാണെന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. പ്രതിസന്ധികൾ ആവോളം തന്നെ ഉലച്ചു കളയുമെന്നൊക്കെ തോന്നിയ സാഹചര്യങ്ങളിലും ആ ദർശനവും സ്വപ്നവുമാണ് തന്നെ നിലനിർത്തിയത്. ദൈവത്തിലുള്ള ആശ്രയമാണ് തന്നെ നിലനിർത്തിയതെന്നുള്ളത് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. തനിക്ക് ദൈവം നൽകിയ സ്വപ്നങ്ങൾ ഒട്ടും കലർപ്പില്ലാതെ തൻ്റെ സഹോദരങ്ങളോടും മാതാപിതാക്കന്മാരോടും അറിയിച്ചത് നിമിത്തമായി സഹോദരന്മാർ ഒറ്റപ്പെടുത്തി പകച്ചു എന്നൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. ദർശനമുള്ളവൻ ഒറ്റപ്പെടും, ദർശനമുള്ളവനെ ഒറ്റപ്പെടുത്തും. അത് സ്വാഭാവികമാണ്, സാധാരണമാണ്, അതിൽ പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാനില്ല. എന്നാൽ യോസഫ് കണ്ട സ്വപ്നം നിമിത്തമായി അവൻ അനുഗ്രഹിക്കപ്പെട്ടാൽ അതിൻ്റെ ഓഹരിക്കാരായി തീരാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത ഈ സഹോദരന്മാരെ ഭരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഹൃദയത്തിൽ അസൂയ വളരുകയില്ലായിരുന്നു. യോസഫിനെ തകർക്കാനുള്ള വഴി അവർ തിരയുകയില്ലായിരുന്നു. ദർശനമുള്ളവൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവൻ പ്രതികാരത്തിന് അവസരം കാത്തിരിക്കില്ല. ഏത് പ്രതികാരം ചെയ്യേണ്ട വ്യക്തികളോടും പ്രത്യുപകാരം ചെയ്യുവാൻ മാത്രമേ താൻ പരിശ്രമിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യോസഫ് എന്ന് നമുക്ക് പറയുന്നതിൽ എന്തിനാ സംശയം. ദേശത്ത് ധാന്യമില്ലാതെ വന്നപ്പോൾ, ക്ഷാമം കഠിനമായപ്പോൾ ദേശത്ത് നിന്ന് ഓടിച്ചെന്ന് അവർ പെട്ടത് യോസഫിൻ്റെ മുമ്പിലാണ് സഹോദരന്മാർ. എന്നാൽ സഹോദരന്മാരെ ദൂരവേ യോസഫ് തിരിച്ചറിഞ്ഞു. കാരണം യോസഫ് ഇങ്ങനൊരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. സഹോദരന്മാരുടെ മനസ്സിൽ നിന്ന് യോസഫ് എന്നേ മാഞ്ഞുപോയി. ചിലരൊക്കെ അങ്ങനെയാ, ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സഹോദരന്മാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് ഏറ്റവും ഒടുവിലായി തന്നെത്താനൊന്ന് വെളിപ്പെടുത്തുവാൻ യോസഫ് പരിശ്രമിക്കുന്ന തൻ്റെ പരിശ്രമം ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 4 വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് തിരിച്ചറിയും. അത് കേട്ട സഹോദരന്മാർ അപ്പോൾ എങ്ങനെയാണ് അവരുടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതെന്ന് നമുക്കൊരു പക്ഷേ ഊഹിക്കാൻ പോലും കഴിയില്ല. ഇങ്ങനെയായിരുന്നു തൻ്റെ വാക്കുകൾ. യോസഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസഫാകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചതാകുന്നു. ദേശത്ത് ക്ഷാമമുണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി, ഉഴവും കൊയ്ത്തുമില്ലാത്ത 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിന് ഒക്കെയും യജമാനനും മിസ്രൈം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. യാതൊരു കാരണവും കൂടാതെ ഏതെല്ലാം നിലകളിൽ ഒരാളെ തകർക്കാൻ ശ്രമിച്ചാലും ദൈവം ആ ആളെക്കുറിച്ച് എന്താണ് പദ്ധതി ഇട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ദൈവിക പദ്ധതികളെ നമ്മുടെ അസൂയയാൽ തകിടം മറിക്കാൻ കഴിയില്ലെന്ന്. നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ദർശനപ്രകാരം ജീവിക്കാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.